നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള സമ്പൂർണ്ണ വിഷുഫലത്തെയാണ് പറഞ്ഞു വന്നിരുന്നത്. വിഷുഫലം പറയുമ്പോൾ ശൂലഷട്കാദി ഫലം, ദേവതാഫലം, സമ്പൂർണ്ണ നക്ഷത്ര ഫലം എന്നിങ്ങനെയാണ് പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതോടൊപ്പം എൻ്റെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകൾ പകരുന്ന തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അശ്വതി മുതൽ പൂരാടം വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് ഉത്രാട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ പരിശോധിക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് ദേവത മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. അതേപോലെ തന്നെ വിഷുഫലത്തിൽ മധ്യഷട്കമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ ലോക ബഹുമാനങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. സ്ഥാനമാനങ്ങളും ലഭിക്കുന്ന വർഷമാണ്. കൂടാതെ ജനപ്രീതി ഉണ്ടാകുന്ന വർഷമാണ്. അതോടൊപ്പം തന്നെ വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. ഇനി നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ കൂടി പരിശോധിക്കാം. ഉത്രാട നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. മാനസികമായിട്ട് ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നാൽ അപ്രതീക്ഷിതമായി ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ചെവി സംബന്ധമായിട്ടൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കരുതലെടുക്കുക. അതോടൊപ്പം തന്നെ ഇഷ്ടജനങ്ങളെയൊക്കെ പിരിഞ്ഞു കഴിയേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വീട് മാറി താമസിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. പുതിയ വീട് വെച്ച് അതിലേക്ക് താമസം മാറാനും സാഹചര്യമുണ്ട്. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറി ശുഭപര്യാവസ്ഥയായി ആകുന്ന വർഷമാണ്. അതോടൊപ്പം യാത്രകൾ ചെയ്യാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകാനും സാഹചര്യമുണ്ട്. രോഗാവസ്ഥയിലൊക്കെ കഴിയുന്നവർക്ക് അതിലൊക്കെ ആശ്വാസം ലഭിക്കുന്ന വർഷമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹിച്ച ജോലിയൊക്കെ ലഭിക്കുന്നതാണ്. താൽക്കാലിക ജോലികളിലൊക്കെ ഏർപ്പെടുന്നവർ അതൊക്കെ സ്ഥിരമാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ചില കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെയുള്ള പെരുമാറ്റം മനസ്സിന് വിഷമകരമായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചേക്കാം. വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. യാത്രകളൊക്കെ ചെയ്യാനും യാത്രകൾ വഴി നേട്ടങ്ങൾ ലഭിക്കാനുമുള്ള സാഹചര്യമുണ്ട്. സുഹൃത്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനും സാഹചര്യങ്ങൾ വന്നേക്കാം. പല നല്ല പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നിരുന്നാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വിജയത്തിലെത്തിക്കാൻ കഠിന പരിശ്രമം ആവശ്യമായി വന്നേക്കാം. കുടുംബപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും അതിലൊക്കെ ഇടപെട്ട് പരിഹരിക്കാനുള്ള ശ്രമം നടത്താനുമുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. പ്രധാന ചില തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റിവെക്കേണ്ട അവസ്ഥയും വന്നേക്കാം. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളും വന്നേക്കാം. അപരിചിതരായിട്ടുള്ളവരിൽ നിന്ന് ചില ചതിവും വഞ്ചനയും മോഷണ ശ്രമവും ഒക്കെ പ്രതീക്ഷിക്കേണ്ട കരുതേണ്ട വർഷമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഉത്രാട നക്ഷത്രക്കാരുടെ ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ വിഷുഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അതോടൊപ്പം എൻ്റെ തീർത്ഥയാത്ര എന്ന ചാനൽ കൂടി ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.